ഹായ് ഫ്രണ്ട്സ്, വെയ്റ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള അടിപൊളി ഹെൽത്തി റൈസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1 കപ്പോളം മുളപ്പിച്ച ചെറുപയർ വേണം. പിന്നെ ഒരു സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കടല നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. 2 കപ്പോളം വേവിച്ച ബാസ്മതി റൈസ് എടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് മാത്രം നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന രീതിയിലൊന്ന് എടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ചൊക്കെ ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഹൈ പ്രോട്ടീൻ റൈസാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒരുവിധം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കടലയൊക്കെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറുപയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചെറുപയർ മുളപ്പിച്ച ചെറുപയറായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നൊരു ഹാഫ് കുക്ക് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കടല ഒഴുകുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറവ് അളവിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ഉപ്പൊക്കെ. റൈസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അതിലേക്ക് ഇനി ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ പ്രോട്ടീൻ റൈസ് റെഡിയാവും. അപ്പോൾ നമുക്കിനി ആ റൈസും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയോ പുതിനയിലയോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ മാതളം ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.